ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഡേ 1 എപ്പിസോഡ് നമ്പർ 2 റിവ്യൂ ആണ്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ ഇന്നലെ രാത്രിയിലത്തെ കുറച്ച് സംഭവങ്ങളാണ് കാണിക്കുന്നത്. ഷാനവാസിൻ്റെ കയ്യിൽ നിന്നിട്ട് ഈ ബാഡ്ജ് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അക്ബറും അനീഷും കൂടെ ശ്രമിക്കുന്നു. അനീഷ് കുറേ നേരം ഷാനവാസിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുമ്പോൾ ഷാനവാസ് ദേഷ്യം വന്നിട്ട് ബാഡ്ജ് ഊരിയിട്ട് ഒനീലിൻ്റെ കയ്യിൽ കൊടുക്കുന്നു. അപ്പോൾ അനീഷ് ഷാനവാസിനെ കളിയാക്കുകയാണ്. അയ്യേ, എന്നെ പേടിച്ചിട്ട് നീ കീഴടങ്ങി, ഇങ്ങനെയാണോ കളിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസിനെ അനീഷ് കളിയാക്കുന്നുണ്ട്. സംഗതി ടാസ്ക് കുറച്ച് കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലായപ്പോഴത്തേക്കിനും ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് റൂമിൽ വിളിച്ചിട്ട് ടാസ്ക് തൽക്കാലം നിർത്തി വെച്ചിരിക്കുകയാണ്. ഇനി ഒരറിയിപ്പ് ഉണ്ടാവുന്നത് വരെ ബാഡ്ജ് ആരും തട്ടിയെടുക്കാൻ പാടില്ല എന്നുള്ളത് ബിഗ് ബോസ് പറയുന്നു. പിന്നീട് രാവിലെ മോർണിംഗ് സോങ് ആണ് കാണിക്കുന്നത്. ഇന്ന് 11 മണിക്കാണ് കേട്ടോ രാവിലത്തെ പാട്ട് വെച്ചിട്ടുള്ളത്. പാട്ടൊക്കെ കഴിഞ്ഞ് കുറച്ച് പേരിങ്ങനെ വട്ടം കൂടി ഇരിക്കുകയാണ്. അതിൽ രഞ്ജിത്ത് എല്ലാവരോടും പറയാണ്, എന്നെ രഞ്ജിത്ത് ചേട്ടാ എന്ന് വിളിക്കരുത്, വേണമെങ്കിൽ നിങ്ങൾ എന്നെ മുൻഷി എന്ന് വിളിച്ചോളൂ എന്ന്. അപ്പോൾ റെന ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇനി എന്തെങ്കിലും കാര്യം പറഞ്ഞ് നാളെ വഴക്കിടുകയാണെന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ മുൻഷി എന്ന് വിളിക്കരുത്, വേറെ എന്തെങ്കിലും വിളിച്ചോ എന്ന് പറയുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ രഞ്ജിത്ത് പറയാണ്, ഞാൻ ഒറ്റ അച്ഛനും അമ്മയ്ക്കും ആയിട്ട് വന്നതാണ് എന്ന് പറയുന്നു. അപ്പോൾ റെന ചോദിക്കണോ, നമ്മളെല്ലാവരും പിന്നെ 2 അച്ഛനും അമ്മയ്ക്കും വന്നതാണല്ലോ എന്നിങ്ങനെ. പിന്നീട് എല്ലാവരെയും ബിഗ് ബോസ് ലിവിംഗ് റൂമിലേക്ക് വിളിപ്പിക്കുകയാണ്. അന്ന് കുറച്ച് സമയത്തിനുള്ളിൽ നിങ്ങൾ വലിയൊരു നിയമലംഘനം നടത്തിയിരിക്കുന്നു എന്ന് ബിഗ് ബോസ് പറയുന്നു. മേക്കപ്പ് സാധനങ്ങൾ അനുവാദമില്ലാതെ എടുത്തു എന്നുള്ളതാണ് നിയമലംഘനം. ഇപ്പോൾ ഇവിടുന്ന് ഇതൊക്കെ ഉപയോഗിക്കാനാണെങ്കിൽ പിന്നെ നിങ്ങളുടെ സാധനങ്ങൾ ഞാൻ പിടിച്ചു വെച്ചത് എന്തിനാണെന്നുള്ളത് ബിഗ് ബോസ് ചോദിക്കുന്നു. ആരാണ് ഫസ്റ്റ് ഈ മേക്കപ്പ് സാധനങ്ങൾ എടുത്തതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ആദിലയും ജിസേലുമാണ് ആദ്യം ഈ മേക്കപ്പ് സാധനങ്ങൾ എടുത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ശൈത്യ എഴുന്നേറ്റിട്ട് പറയാണ്, ഞാനത് എടുക്കുന്ന സമയത്തേ പറഞ്ഞതാണ്, ഇത് മേ ബി എടുക്കാൻ പാടില്ലാത്തതായിരിക്കുമെന്ന്. അപ്പോൾ അനീഷ് എഴുന്നേറ്റ് പറയുന്നു, ശൈത്യ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ശൈത്യ അത് ഉപയോഗിക്കാതിരിക്കണം. ശൈത്യ അത് ഉപയോഗിച്ചതിന് ശേഷം ഇങ്ങനെ പറയുന്നത് മോശമാണ്, അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയുന്നു. മറ്റുള്ളവരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ശൈത്യ ആ സമയത്ത് അങ്ങനെ അവിടെ സംസാരിച്ചത് കൊണ്ട് തന്നെ ശൈത്യക്കെതിരെ സംസാരിക്കാനായിട്ടുള്ളൊരു സ്ട്രോങ് പോയിൻറ്റ്സ് മറ്റുള്ളവർക്ക് കിട്ടുകയാണ് ചെയ്തത്. അത് പിന്നീട് നോമിനേഷനിലും പിന്നീട് വന്നിട്ടുള്ള ടാസ്കുകളിലൊക്കെ മിക്കവരും അത് പ്രസൻറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ഈ റേ സ്റ്റാർ ബാൻഡ് ആരുടെയൊക്കെ കയ്യിലാണ് ഇപ്പോൾ ഉള്ളതെന്ന് ബിഗ് ബോസ് ചോദിക്കുന്നു. ആര്യൻ, നൂറ, ജിസേൽ ഇവരുടെ 3 പേരുടെയും കയ്യിലാണ് ഇപ്പോൾ ഈ റേ സ്റ്റാർ ബാൻഡ് ഉള്ളത്. അപ്പോൾ ഇവരോട് ബിഗ് ബോസ് പറയാണ്, ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ആ ബാൻഡ് നിങ്ങളുടെ മാത്രമാണ്. ഇനി ഞാൻ പറയുന്നത് വരെ ആരും അത് തട്ടിയെടുക്കാൻ പാടില്ല. പിന്നീട് ബിഗ് ബോസ് ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഈ ബാൻഡ് കയ്യിലുള്ളവർക്ക് മാത്രമാണ് അവർ കൊണ്ടുവന്ന സ്വന്തം വസ്തുക്കൾ ലഭിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ബാൻഡ് നഷ്ടപ്പെട്ട ഷാനവാസും ബിന്നിയും നേരത്തെ അവർക്ക് കൊടുത്തിട്ടുള്ള അവരുടെ സ്വന്തം സാധനങ്ങളെല്ലാം തിരിച്ച് സ്റ്റോർ റൂമിൽ വെക്കാനും ബിഗ് ബോസ് പറയുന്നുണ്ട്. അതിനുശേഷം ക്യാപ്റ്റൻസി ടാസ്ക് നടക്കുകയാണ്. ഷേവിംഗ് ഫോമും പേപ്പർ പ്ലേറ്റും എന്നുള്ളതാണ് ടാസ്കിൻ്റെ പേര്. ക്യാപ്റ്റൻ ആവാൻ ഒട്ടും യോഗ്യതയില്ലാത്ത ഒരാളുടെ മുഖത്ത് ഈ ഷേവിംഗ് ഫോം തേക്കുക, അതിനുള്ള വ്യക്തമായിട്ടുള്ള റീസണും ബോധിപ്പിക്കുക എന്നുള്ളതാണ് ടാസ്ക്. ആദ്യം അനീഷാണ് വരുന്നത്. അനീഷ് ശാരികയുടെ മുഖത്താണ് ഷേവിംഗ് ഫോം തേക്കുന്നത്. ശാരിക, നിങ്ങൾ ഇത് അർഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് തേക്കുന്നത്. റീസൺ പറയുന്നത്, ശാരിക ഒരു ഇൻ്റർവ്യൂവർ എന്ന നിലയിൽ മലയാളികളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻ്റർവ്യൂവിന് വരുന്ന ആളും ശാരികയും തമ്മിൽ സ്ക്രിപ്റ്റഡ് ആയിട്ട് ജനങ്ങളെ പറ്റിക്കുകയാണ്. അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ട് ശാരികയ്ക്കൊരു വ്യക്തിത്വമോ നിലപാടോ ഉള്ള ആളായിട്ട് ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അനീഷ് ശാരികയുടെ മുഖത്ത് ഫോം തേക്കുന്നത്. അതിനുശേഷം അഭിലാഷ് വരുന്നു. അഭിലാഷ് അക്ബറിൻ്റെ പേരാണ് പറയണത്. റീസൺ പറയുന്നത്, സംടൈംസ് അക്ബർ നമ്മളെല്ലാവരും കൂടെ സംസാരിക്കാനിരിക്കുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുന്നത് കേൾക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് പറയണത്. അപ്പോൾ ഒരു ക്യാപ്റ്റൻ ആകുമ്പോൾ നമ്മൾ സംസാരിക്കുന്നതും കൂടി കേൾക്കണം, അപ്പോൾ അത് ഫീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് അഭിലാഷ് അക്ബറിൻ്റെ മുഖത്ത് തേക്കുന്നത്. പിന്നീട് നെവിൻ ആണ് വരുന്നത്. നെവിൻ അനീഷിൻ്റെ മുഖത്താണ് ഫോം തേക്കുന്നത്. അതായത് ശാരികയും അനീഷുമായിട്ടുള്ള സംസാരത്തിൽ ശാരികയുടെ ഭാഗത്താണ് ശരിയെന്നുള്ളതാണ് നെവിൻ്റെ ഒരു ഭാഗം. അനീഷ് പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടാണ് അനീഷിനെ ഈ ക്യാപ്റ്റൻസിയിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഫോം തേക്കുന്നത്. ശേഷം ആദിലെ നൂറയാണ് വരുന്നത്. അവരും അനീഷിൻ്റെ പേരാണ് പറയണത്. അപ്പോൾ നൂറ പറയുന്നു, രാവിലെ ഞാൻ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് തിരിച്ച് പറഞ്ഞതുപോലുമില്ല, ഞാൻ ചമ്മിപ്പോയി. പിന്നെ ഇങ്ങനെ എന്തെങ്കിലും കാര്യം പറയുമ്പോഴത്തേക്കിനും ഉടനെ മിണ്ടാതെ അങ്ങനെ നടക്കും. അങ്ങനെ മിണ്ടാത്ത ഒരാളെ എങ്ങനെ ക്യാപ്റ്റൻ ആക്കും എന്ന് ചോദിച്ചിട്ടാണ് അനീഷിൻ്റെ പേര് പറയുന്നത്. പിന്നീട് ബിൻസിയാണ് വരുന്നത്. ബിൻസിയും അനീഷിൻ്റെ പേരാണ് പറയണത്. അനീഷ് വന്നപ്പോൾ തൊട്ട് കോമണറാണ് എന്ന് പറഞ്ഞിട്ടൊരു വേർതിരിവ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒരാൾ ക്യാപ്റ്റൻ ആവാൻ പാടില്ല എന്നുള്ളതാണ് ബിൻസിൻ്റെ ഭാഗം. പിന്നീട് വരുന്നത് ജിസേലാണ്. ജിസേൽ
ഡേയിൽ രേണു സുധീൻ്റെ പേരാണ് പറയണത്. റീസൺ പറയുന്നത് ടാസ്കിൽ അത്ര ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ സരിക വരുന്നു. സരിക അനീഷിൻ്റെ പേരാണ് പറയുന്നത്. റീസൺ പറയുന്നത് ടാസ്ക് ലെറ്റർ വായിക്കുന്ന സമയത്ത് കൺഫെഷൻ റൂമിലേക്ക് എല്ലാവരും കൂടെ അപ്പാനി ശരത്ത് പോട്ടെ എന്ന് തീരുമാനിച്ചിരുന്ന സമയത്ത് അനീഷിന് മാത്രം ഒരു എതിരഭിപ്രായം ഉണ്ടാവുകയും അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് ഒരാളെ മാത്രം പറഞ്ഞു വിടാൻ പാടില്ല എന്നുള്ളത് പറയുകയും ചെയ്യുന്നു. അപ്പോൾ സരിക പറയുന്നത് നമ്മളെല്ലാവരും നമുക്ക് തന്നെ പോകണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു കഴിഞ്ഞാൽ ഇത് നടക്കില്ലല്ലോ. അപ്പോൾ എല്ലാവരും കൂടെ ഭൂരിപക്ഷം തീരുമാനിക്കുന്ന ഒരു തീരുമാനത്തിനൊപ്പം അനീഷ് നിന്നില്ല എന്നുള്ളതാണ് സരിക പറയുന്നത്. പിന്നീട് റെനയാണ് വരുന്നത്. റെന രഞ്ജിത്തിൻ്റെ പേരാണ് പറയണത്. രഞ്ജിത്തിൻ്റെ മുഖത്ത് ഫോം തയ്ക്കാനുള്ള റീസൺ പറയുന്നത് ഏജ് വെച്ചിട്ട് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഏജ് വെച്ച് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന ഒരാൾ നാളെ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ എനിക്ക് കിട്ടേണ്ട പരിഗണനയൊന്നും കിട്ടാതെ പോകും എന്നുള്ളതാണ് റീസൺ പറയുന്നത്. പിന്നീട് ശൈത്യ വരുന്നു. ശൈത്യ ആദിലേൻ്റെയും നൂറേൻ്റെയും പേര് പറയുന്നു. ആക്റ്റീവ് അല്ല, അതുകൊണ്ട് അവർ ക്യാപ്റ്റൻ ആവാനുള്ള യോഗ്യത ഇല്ല എന്ന് പറയുന്നു. അനുമോള് വരുന്നു. അനുമോളും അനീഷിൻ്റെ പേരാണ് പറയുന്നത്. എന്ത് ചോദിച്ചാലും അനീഷ് ഒരു അക്ഷരം മിണ്ടാറില്ല. അപ്പം എന്ത് ചോദിച്ചാലും മിണ്ടാ നടക്കുന്ന ഒരാളെങ്ങനെ ക്യാപ്റ്റൻ ആവും എന്നുള്ളതാണ് ചോദിക്കുന്നത്. ബിന്നി വരുന്നു. ബിന്നി ശൈത്യേൻ്റെ പേരാണ് പറയണത്. ശൈത്യ ഇന്നലത്തെ ഈ ബാൻഡിൻ്റെ ടാസ്ക് സീരിയസ് ആയിട്ട് എടുത്തില്ല എന്നുള്ളതാണ് റീസൺ. ശാരിക വരുന്നു. ശാരിക അനീഷിൻ്റെ പേരാണ് പറയണത്. റീസൺ പറയുന്നത് ശാരികയുടെ പ്രൊഫഷൻ വെച്ചിട്ട് ശാരിക ഫേക്ക് ആണെന്ന് പറഞ്ഞത് ശരിയായില്ല എന്നുള്ളതാണ്. ആര്യൻ വരുന്നു. ആര്യൻ ആദിലേനെ ആണ് പറയണത്. പക്ഷെ ആദിലേ നൂറേം ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. റീസൺ പറയുന്നത് നിയമം ലംഘിച്ചു എന്നുള്ളതാണ്. പിന്നീട് ശരത്ത് വരുന്നു. ശരത്ത് രേണു സുധീൻ്റെ പേരാണ് പറയണത്. ഇന്നലത്തെ ടാസ്ക് എല്ലാവരും ടയേർഡായിട്ട് പോലും നല്ല രീതിയിൽ കളിക്കാൻ ശ്രമിച്ചു. പക്ഷേ രേണു 1% പോലും എഫേർട്ട് എടുത്തില്ല. ടാസ്ക് നന്നായിട്ട് കളിക്കുന്നില്ല എന്നുള്ളതാണ് റീസൺ പറയുന്നത്. ഷാനവാസ് വരുന്നു. ഷാനവാസ് അനുവിൻ്റെ പേരാണ് പറയണത്. രാവിലെ വാമപ്പ് ചെയ്യാനായിട്ട് ഞാൻ വിളിക്കാതെ തന്നെ എൻ്റെ അടുത്തോട്ട് വന്ന് ഞാനും കൂടെ ചെയ്യട്ടെ എന്ന് പറഞ്ഞു വന്നു. പക്ഷേ അത് കംപ്ലീറ്റ് ആക്കാതെ തിരിച്ചു പോയി. അങ്ങനെ ഒരു കാര്യം ഏറ്റെടുത്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളതാണ് ഷാനവാസിൻ്റെ ഭാഗം. അതുകൊണ്ട് അനു ക്യാപ്റ്റനാവാൻ യോഗ്യതയില്ല എന്നുള്ളതാണ് ഷാനവാസ് പറയുന്നത്. രഞ്ജിത്ത് വരുന്നു. രഞ്ജിത്തും അനീഷിൻ്റെ പേരാണ് പറയണത്. ഒരു ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ നല്ലൊരു ഡയറക്ഷനിലേക്ക് എല്ലാവരെയും ഒരേപോലെ നയിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. അനീഷ് അങ്ങനൊരു ക്വാളിറ്റി അനീഷിന് ഇല്ലാത്തത് കൊണ്ട് അനീഷിന് ക്യാപ്റ്റനാകാൻ യോഗ്യതയില്ല എന്നുള്ളതാണ് പറയണത്. പിന്നീട് രേണു സുധിയാണ് വരുന്നത്. രേണു സുധി റെനേൻ്റെ പേരാണ് പറയണത്. ഇന്നലത്തെ ടാസ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടിയ സമയത്ത് ബിഗ് ബോസിൻ്റെ അടുത്ത് രേണു സുധിയും ശാരികയും കൂടെ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ റെന വന്നിട്ട് പറഞ്ഞു നിങ്ങളിങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്യാതെ വന്ന് കളിക്കാൻ നോക്കുമെന്ന് പറഞ്ഞു. അതാണ് റെനയ്ക്കെതിരെയുള്ള റീസണായിട്ട് രേണു സുധി പറയണത്. അക്ബർ അനുവിനെയാണ് പറയണത്. റീസൺ പറയുന്നത് ആദ്യത്തെ ദിവസം തന്നെ ഇത്ര എനർജി എടുക്കേണ്ട ആവശ്യമില്ല, വരുന്ന ദിവസങ്ങളിലൊക്കെ എനർജി കാണിച്ചാൽ മതി എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് അനുവിൻ്റെ വായിൽ നിന്ന് വന്നു എന്നുള്ളതാണ്. ഒന്നിയിൽ വരുന്നു. ഒന്നിയിൽ വന്നിട്ട് അനീഷിൻ്റെ പേരാണ് പറയണത്. ജഡ്ജ്മെൻ്റൽ സ്വഭാവം ഉള്ളതുകൊണ്ട് ക്യാപ്റ്റൻ ആവാൻ യോഗ്യതയില്ല എന്നുള്ളതാണ്. അങ്ങനെ ആ ടാസ്ക് അവസാനിക്കുന്നു. ബിഗ് ബോസ് ചോദിക്കുന്നു ഫോം തീരെ കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ എഴുന്നേക്കാൻ പറയുന്നു. പിന്നീട് ബിഗ് ബോസ് ചോദിക്കുന്നു ഈ ടാസ്ക് ലെറ്റർ നിങ്ങളിൽ ആരെങ്കിലും കൃത്യമായിട്ട് വായിച്ചിരുന്നോ? ഇത് ബിഗ് ബോസ് സീസൺ 7 അല്ലേ, 7ൻ്റെ പണിയല്ലേ? അതുകൊണ്ട് ആരാണ് ക്യാപ്റ്റൻ എന്നറിയാമോ? ഏറ്റവും കൂടുതൽ ഫോം ഏറ്റുവാങ്ങിയിട്ടുള്ള അനീഷാണ് സീസൺ 7ലെ ആദ്യത്തെ ക്യാപ്റ്റൻ. അങ്ങനെ ഭൂരിഭാഗം പേരും അനീഷിൻ്റെ മുഖത്ത് ഫോം തേച്ച് ബിഗ് ബോസ് തിരിച്ച് ഇവരെ തേച്ചു. ടാസ്കൊക്കെ കഴിഞ്ഞ് ക്യാപ്റ്റനെയൊക്കെ തിരഞ്ഞെടുത്തതിന് ശേഷം ശരത്തും അനുവും സരികയും കൂടെ നിന്നിട്ട് അനീഷിൻ്റെ കാര്യം സംസാരിക്കുകയാണ്. അനീഷ് ക്യാപ്റ്റൻ ആണല്ലോ. അപ്പോൾ ശരത്ത് ഇവരോട് പറയാണ് ഈ പുള്ളിക്ക് വരുന്ന എല്ലാ വീഴ്ചകളും നമ്മൾ ചൂണ്ടിക്കാണിക്കണം എന്നൊക്കെ പറയുന്നു. പിന്നീട് പണിപ്പുര എന്താണ് എന്നുള്ളത് വിശദീകരിക്കുകയാണ് ബിഗ് ബോസ്. എന്താണ് പണിപ്പുര, പണിപ്പുരയിൽ ഉള്ള നിയമങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പറയുകയാണ്. ഈ പണിപ്പുരേൻ്റെ ഒരു രത്നച്ചുരുക്കം എന്താണെന്ന് പറഞ്ഞാൽ ഇവർ കൊണ്ടുവന്നിട്ടുള്ള ഇവരുടെ പേഴ്സണൽ ഐറ്റംസ് എല്ലാം, വസ്ത്രങ്ങൾ ഉൾപ്പെടെ എല്ലാം ഈ പണിപ്പുരയിലാണ് ഉള്ളത്. അപ്പോൾ ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവർ ഓരോ ടാസ്കും കളിച്ച് ആവശ്യത്തിന് പോയിൻറ്റ്സ് നേടണം. മാത്രമല്ല കഴിഞ്ഞ സീസണുകളിൽ വരെ ലക്ഷറി ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംവിധാനം ഉണ്ടായിരുന്നു. ഇത്തവണ അതും ഈ പണിപ്പുരയിലാണുള്ളത്. അപ്പോൾ ലക്ഷറി ബഡ്ജറ്റും ഇവർക്ക് വേണ്ട ഇവരുടെ പേഴ്സണൽ ആവശ്യത്തിന് ഇവർ കൊണ്ടുവന്നിട്ടുള്ള വസ്ത്രങ്ങളും ആക്സസറീസും ഉൾപ്പെടെ എല്ലാം എന്ത് വേണമെങ്കിലും ഈ ടാസ്ക് ജയിച്ച്
പോയിൻറ്റ്സ് നേടിയിട്ട് ഈ പണിപ്പുരയിൽ കയറിയിട്ടെടുക്കണം. അതും നിശ്ചിത സമയത്തിനുള്ളിൽ പോയി എടുത്തിട്ട് വരണം. ഈ കിട്ടിയ പോയിൻറ്റ്സിനുള്ളിൽ നിന്നിട്ട് എടുത്തിട്ട് വരണം. കഴിഞ്ഞ സീസൺ വരെയൊക്കെ ഈ ലക്ഷറി ബഡ്ജറ്റ് എഴുതുന്ന സമയത്തും നിശ്ചിത സമയം കൊടുക്കുമായിരുന്നല്ലോ. അപ്പോൾ ബോർഡിൽ നോക്കിയിട്ട് അവർ വേണ്ടത് വേഗം എഴുതിയെടുക്കണം. സമയം കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ എടുത്തതൊക്കെ തിരിച്ചവിടെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുപോലെയുള്ള നിയമങ്ങൾ ഈ പണിപ്പുരയിലും ബാധകമാണ്. ഇതിൽ അവരവർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, ഇപ്പോൾ പോയിൻറ്റ്സ് കൂടുതലുള്ള ആൾക്കാർക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സാധനങ്ങൾ എടുക്കണം എന്നുണ്ടെങ്കിലും പണിപ്പുരയിൽ നിന്ന് എടുത്തു കൊടുത്ത് സഹായിക്കാവുന്നതാണ്. ചുരുക്കം പറഞ്ഞാൽ അവരവർ കൊണ്ടുവന്ന് അവരവർക്ക് ഇടാനുള്ള ഡ്രസ്സ് ഇടണമെങ്കിൽ പോലും ഇറങ്ങി പണിയെടുത്ത് കളിച്ച് പോയിൻറ്റ്സ് നേടിയാൽ മാത്രമേ ഈ പണിപ്പുരയിൽ നിന്ന് ഈ സാധനങ്ങൾ കിട്ടുള്ളൂ എന്നർത്ഥം. അങ്ങനെ ഈ പണിപ്പുരേനെ പറ്റിയിട്ടുള്ള വിശദാംശങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അനീഷ് അവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് റെസ്പെക്റ്റ് വേണം, റെസ്പെക്റ്റ് കിട്ടിയേ പറ്റുള്ളൂ, ഞാൻ നിങ്ങൾക്ക് തരും, ആ തരുന്നത് ഒട്ടും കുറയാതെ എനിക്ക് തിരിച്ചും കിട്ടണം, കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് റെസ്പെക്റ്റിന് വേണ്ടിയിട്ട് വാദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് നോമിനേഷനാണ് കാണിക്കുന്നത്. ആദ്യം അനുമോളാണ് വരുന്നത്. അനുമോൾ ആദ്യം ജിസേലിനെ നോമിനേറ്റ് ചെയ്യുന്നു. റീസൺ പറയുന്നത് എപ്പോഴും മാറി ഇങ്ങനെ ഇരിക്കുന്നു, ഒട്ടും ആക്റ്റീവ് അല്ല എന്നുള്ളതാണ്. പിന്നീട് രഞ്ജിത്തിനെ പറയുന്നു, എപ്പോഴും ഈ വഴക്കുണ്ടാക്കുക എന്നുള്ളൊരൊറ്റ വിചാരം മാത്രമേ രഞ്ജിത്തിനുള്ളൂ, അതുകൊണ്ട് രഞ്ജിത്തിനെ നോമിനേറ്റ് ചെയ്യുന്നു. പിന്നീട് ആര്യൻ വരുന്നു. ആര്യൻ ശൈത്യേൻ്റെ കാര്യമാണ് പറയണത്. അവൾക്കറിയില്ല അവൾ എന്താ ചെയ്യുന്നതെന്ന് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കുറച്ച് റീസൺസ് പറയുന്നുണ്ട്. പിന്നെ നെവിനെ ആണ് നോമിനേറ്റ് ചെയ്യുന്നത്. റീസൺ പറയുന്നത് നെവിൻ ഒട്ടും ഒരു കാര്യത്തിലും ഇൻവോൾവ് അല്ല, ടാസ്കിലൊന്നും അത്ര എഫേർട്ടൊന്നും എടുക്കുന്നില്ല എന്നുള്ളതാണ്. മൂന്നാമത് സരികയാണ് വരുന്നത്. സരിക ആര്യൻ്റെ പേര് പറയുന്നു. ഗെയിമിൻ്റെ ഇടയിലുള്ള ആര്യൻ്റെ സംസാരം ശരിയല്ല, അത് മോശമായിട്ട് തോന്നുന്നു എന്നുള്ളതാണ്. രണ്ടാമത് ഒനീലിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. ഇന്നലത്തെ ടാസ്കിൽ എല്ലാവരും നന്നായിട്ട് കഷ്ടപ്പെട്ട് ടാസ്ക് കളിക്കുന്ന സമയത്ത് ഒനീൽ അവിടെ വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എന്താ ഇങ്ങനെ ഇരിക്കണേന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇന്ന് റെസ്റ്റ് എടുത്തിട്ട് നാളെ ഫുൾ എനർജി ആയിട്ട് നാളെ ഫ്രഷ് ആയിട്ട് ഇറങ്ങാം എന്നുള്ളത് ഒനീൽ പറഞ്ഞു എന്നുള്ളതാണ്. പിന്നീട് അക്ബറാണ് വരുന്നത്. അക്ബർ മുൻഷി രഞ്ജിത്തിനെ ആണ് നോമിനേറ്റ് ചെയ്യുന്നത്. റെലവൻ്റ് ആയിട്ട് കണ്ടന്റ് തരാൻ ബുദ്ധിമുട്ടുള്ളത് പോലെ തോന്നുന്നു. പിന്നീട് ആദിലേനെയും നൂറേനെയാണ് അക്ബർ നോമിനേറ്റ് ചെയ്യുന്നത്. റീസൺ പറയുന്നത് അവർ രണ്ടുപേരുണ്ടായിട്ടും ഒരാളുടെ കപ്പാസിറ്റിയിലുള്ള കണ്ടന്റ് പോലും കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പിന്നീട് വരുന്നത് ബിൻസിയാണ്. ബിൻസി ശൈത്യേനെയും നെവിനെയാണ് പറയുന്നത്. രണ്ടുപേർക്കും ഒരേ റീസണാണ്, ആക്റ്റീവ് അല്ല എന്നുള്ളതാണ്. ഒനീൽ വരുന്നു. ഒനീൽ ശൈത്യേൻ്റെ കാര്യമാണ് പറയണത്. ആദ്യത്തെ ദിവസമാണെങ്കിലും അത്ര ഇമ്പ്രഷനൊന്നും ഉണ്ടാക്കിയതായിട്ട് തോന്നുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ പേര് ജിസേലാണ്. ഒരു സ്ട്രോങ് പ്ലെയറാണ്, അതുകൊണ്ടാണ് ജിസേലിനെ നോമിനേറ്റ് ചെയ്യുന്നതെന്ന് ഒനീൽ പറയുന്നു. പിന്നീട് ബിന്നിയാണ് വരുന്നത്. ബിന്നി ശൈത്യേനെയാണ് പറയണത്. ഗെയിം സ്പിരിറ്റോട് കൂടി നന്നായിട്ട് ഗെയിം കളിച്ചില്ല എന്നുള്ളതാണ്. പിന്നെ രാവിലത്തെ മേക്കപ്പിൻ്റെ ഇഷ്യൂവിൽ ഒരാൾ മാത്രം നല്ലതായിട്ട് ബാക്കിയുള്ളവരെല്ലാം മോശക്കാരിയാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പറയണത്. പിന്നെ രണ്ടാമത് നോമിനേറ്റ് ചെയ്യുന്നത് രഞ്ജിത്തിനെയാണ്. വെറുതെ കോമഡി പറഞ്ഞ് ഇങ്ങനെ സമയം കളയുന്നു, ഗെയിമിനെ ഒന്നും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല എന്നുള്ളതാണ്. അഭിലാഷ് വരുന്നു. അഭിലാഷ് രേണു സുധീനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. ഒറ്റപ്പെട്ട് ആരോടും മിങ്കിൾ ചെയ്യാതെ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ടാസ്കുകളും നന്നായിട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത് നോമിനേറ്റ് ചെയ്യുന്നത് ആര്യനെയാണ്. മോർണിംഗിൽ ഒരു മലയാളം വായിക്കുന്ന ഒരു ഇഷ്യൂ വന്ന സമയത്ത് അഭിലാഷ് ആര്യൻ്റെ സൈഡ് നിന്നിട്ടാണ് സംസാരിച്ചത്. പക്ഷേ വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും ഒരു ടാസ്ക് ലെറ്റർ വായിക്കുന്ന സമയത്ത് ആര്യൻ അനീഷിൻ്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആര്യം പറഞ്ഞിരുന്നു, ഞാൻ നിങ്ങളുടെ മുന്നിൽ ടാസ്ക് ലെറ്റർ വായിക്കുന്നില്ല, നിങ്ങളെപ്പോലെ വലിയൊരു എഴുത്തുകാരൻ്റെ മുമ്പിൽ ഞാൻ ഇനി മലയാളം വായിക്കില്ല എന്ന തരത്തിൽ പറഞ്ഞിരുന്നു. അതാണ് അഭിലാഷ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. പിന്നീട് റെന ഫാത്തിമയാണ്. റെന ഫാത്തിമ നെവിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. ഗെയിം മനസ്സിലായതുപോലെ തോന്നുന്നില്ല, എല്ലാം വളരെ സില്ലി ആയിട്ട് എടുക്കുന്നത് പോലെ തോന്നുന്നു. പിന്നീട് ശൈത്യേനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. റീസൺ രാവിലത്തെ ലിപ്സ്റ്റിക്കിൻ്റെ ഇഷ്യൂ തന്നെയാണ്. പിന്നീട് രഞ്ജിത്ത് വരുന്നു. രഞ്ജിത്ത് ശൈത്യേനെ നോമിനേറ്റ് ചെയ്യുന്നു. റീസൺ രാവിലത്തെ ലിപ്സ്റ്റിക്കിൻ്റെ പ്രശ്നം തന്നെ. രണ്ടാമത് ജസീലിൻ്റെ പേര് പറയുന്നു. ലാംഗ്വേജ് പ്രോബ്ലം കൊണ്ട് എല്ലാം അങ്ങോട്ട് മനസ്സിലാക്കാനൊക്കെ ജസീലിന് കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നുന്നു എന്ന് പറയുന്നു. ജസീൽ വരുന്നു. ജസീൽ രേണു സുധീനെ ആണ് നോമിനേറ്റ് ചെയ്യുന്നത്. ഇന്നലത്തെ ടാസ്ക് പ്രോപ്പറായിട്ട് ചെയ്തില്ല എന്നുള്ളതാണ്. രണ്ടാമത് ശാരികേനെ നോമിനേറ്റ് ചെയ്യുന്നു. ശാരിക അത്ര ആക്റ്റീവ് അല്ല, ടാസ്കും നന്നായിട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ജസീലിൻ്റെ അഭിപ്രായം. ശാരിക വരുന്നു. ശാരിക രേണു സുധീനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. റീസൺ പറയുന്നത് പ്രോപ്പറായിട്ട് കളിക്കുന്നതായിട്ട് തോന്നുന്നില്ല, ആക്റ്റീവ് അല്ല എന്നുള്ളതാണ്. രണ്ടാമത് ശാരിക നോമിനേറ്റ് ചെയ്യുന്നത് രഞ്ജിത്തിനെയാണ്. നല്ല ഒരു ഗെയിം ആയിട്ട് തോന്നുന്നില്ല, നന്നായിട്ട് ഗെയിം ഒന്നും കളിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നീട് ഷാനവാസാണ് വരുന്നത്. ഷാനവാസ് ജസീലിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്.
റീസൺ പറയുന്നത് വസ്ത്ര സ്വാതന്ത്ര്യം എല്ലാവരുടെയും അവകാശമാണ്, പക്ഷേ കേരള സംസ്കാരത്തിൽ ജസീലിൻ്റെ വസ്ത്രധാരണം അരോചകമായിട്ട് തോന്നിയെന്നുള്ളതാണ് ഷാനവാസ് പറയുന്നത്. പിന്നീട് അഭിലാഷിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും എപ്പോഴും ക്യാപ്റ്റനായിട്ടുള്ള അനീഷിനെ എപ്പോഴും ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാലും അഭിലാഷ് എതിരെ സംസാരിക്കുന്നു എന്നുള്ളതാണ് ഷാനവാസ് പറയുന്നത്. പിന്നീട് നെവിൻ വരുന്നു. നെവിൻ അനുമോളെ ആണ് ഫസ്റ്റ് നോമിനേറ്റ് ചെയ്യുന്നത്. റീസൺ പറയുന്നത് ഇങ്ങനെ പാവമായിട്ട് ക്യൂട്ട്നെസ്സൊക്കെ കാണിച്ചിങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത് രേണു സുധീനെ നോമിനേറ്റ് ചെയ്യുന്നു. ടാസ്കൊക്കെ വളരെ ലൈറ്റായിട്ട് കാണുന്നു എന്നുള്ളതാണ്. നോറയും ആദിലയും വന്നിട്ട് ശൈത്യേനെയാണ് ആദ്യം നോമിനേറ്റ് ചെയ്യുന്നത്. ഗെയിം നന്നായിട്ട് കളിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഈ ലിപ്സ്റ്റിക്കിൻ്റെ ആ ഇഷ്യൂ രാവിലെ ഉള്ളതും നൂറയും ആദിലയും നോമിനേറ്റ് ചെയ്യുന്നത് ആര്യനെയാണ്. ഈ ലിപ്സ്റ്റിക്കിൻ്റെ വിഷയത്തിൽ ഈ ക്യാപ്റ്റൻസി ടാസ്കിൻ്റെ സമയത്ത് ആദിലേനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് ആര്യൻ സംസാരിച്ചിരുന്നു. ആക്ച്വലി ആദ്യം ആ റൂള് ബ്രേക്ക് ചെയ്യുന്നത് ആദിലയും ജിസേലും കൂടെയാണ്. പക്ഷേ അതിൽ ആദിലേനെ മാത്രം ആര്യൻ കുറ്റപ്പെടുത്തി എന്നുള്ളതാണ്. ശൈത്യയാണ് പിന്നീട് വരുന്നത്. ശൈത്യ ബിന്നി സെബാസ്റ്റ്യനെയും രഞ്ജിത്തിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. രേണു സുധി വരുന്നു. രേണു സുധി അക്ബറിനെയും ശൈത്യേനെയും നോമിനേറ്റ് ചെയ്യുന്നു. പിന്നീട് ശരത്ത് വരുന്നു. ശരത്ത് നെവിനെയും ഷാനവാസിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. ഷോ അത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നീട് അനീഷ് വരുന്നു. അനീഷ് ശാരികേനെയും അനുമോളിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. അങ്ങനെ 8 പേരാണ് ഈ ആഴ്ച നോമിനേഷൻ ലിസ്റ്റിലുള്ളത്. ആദില, ശാരിക, ആര്യൻ, രേണു, നിവിൻ, ജിസേൽ, രഞ്ജിത്ത് ആൻഡ് ശൈത്യ. പിന്നീട് അത്യാവശ്യം തരക്കേടില്ലാത്തൊരു അടിയാണ് കാണിക്കുന്നത്. റീസൺ രേണു സുധിക്ക് തലവേദനയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അത് ക്യാപ്റ്റനായിട്ടുള്ള അനീഷ് ബിഗ് ബോസിനെ അറിയിക്കുന്നു. രേണു സുധിക്ക് തലവേദനയാണ്, അപ്പോൾ മെഡിസിൻ വേണം എന്നൊക്കെ ഉള്ളത് അറിയിക്കുന്നു. അങ്ങനെ അറിയിച്ചിട്ട് ലിവിങ് റൂമിൽ വന്നിരിക്കുമ്പോൾ അഭിലാഷ് ചോദിക്കുന്നു, നീ ഷാനവാസിന് തലവേദനയായത് അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഈ അനീഷ് പറയാണ് അത് രേണു സുധിയുടെ ജെനുവിൻ കേസായതുകൊണ്ട് പറഞ്ഞതാണ് എന്ന് പറയുന്നു. അപ്പോൾ ബാക്കി എല്ലാവരും അതിൽ കയറി പിടിക്കുന്നു, പ്രത്യേകിച്ച് അഭിലാഷ്. അപ്പോൾ ഷാനവാസിൻ്റെ നിനക്ക് ജെനുവിൻ കേസായിട്ട് തോന്നിയില്ലേ? അങ്ങനെ അവിടെ ഒരു ചെറിയ സംസാരം കഴിഞ്ഞതിന് ശേഷം അഭിലാഷും ശൈത്യയൊക്കെ കൂടെ നിൽക്കുന്ന സമയത്ത് അഭിലാഷ് പറയുന്നു, കണ്ടോ ഇത്രയും നേരം തലവേദന എന്ന് പറഞ്ഞിട്ട് കിടന്നോളാണ്, ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ലാതെ എഴുന്നേറ്റ് നടക്കുന്നു. അപ്പോൾ അവിടെ കാണിച്ചത് മുഴുവൻ അഭിനയമാണോ എന്നുള്ളത് രേണു സുധിക്കെതിരെ അഭിലാഷ് പറയുന്നു. എന്നിട്ട് അഭിലാഷ് രേണു സുധിനോട് നേരിട്ട് ചോദിക്കുന്നു, നിൻ്റെ തലവേദനയൊക്കെ മാറിയോ മോളെ, ഇപ്പം തലവേദന ഒന്നും ഇല്ലേ? അപ്പോൾ രേണു സുധി പറയുന്നുണ്ട്, ഇല്ലടാ എനിക്ക് നല്ല തലവേദനയുണ്ട്, മരുന്ന് കഴിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അഭിലാഷ് സമ്മതിക്കുന്നില്ല, നിനക്ക് ഒരു തലവേദനയില്ല, നീ വെറും അഭിനയമാണ്, നീ പിന്നെ കള്ളത്തരം കാണിച്ച് കിടക്കുകയാണ്, നിനക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് നീ കള്ളം പറഞ്ഞത്, നിനക്ക് തലവേദനയൊന്നും ഇല്ല എന്നുള്ളത് അഭിലാഷും ശരത്തും അക്ബറും ഒക്കെ കൂടെ നിന്നിട്ട് രേണു സുധിക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനീഷ് രേണു സുധീനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. അതെങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും? രേണു സുധി പറയുകയാണ് രേണു സുധിക്ക് തലവേദനയുണ്ട്, മരുന്ന് കഴിക്കണം എന്നുള്ളത്. പക്ഷേ ഇപ്പുറത്ത് അഭിലാഷും ശരത്തും ഒന്നും അത് സമ്മതിച്ചു കൊടുക്കുന്നേ ഇല്ല. മറ്റുള്ളവർക്കൊന്നും കിട്ടാത്തൊരു പ്രിവിലേജ് ഇവിടെ രേണു സുധിക്ക് വേണ്ട, രേണു സുധിക്ക് അങ്ങനെ കിടക്കാൻ പറ്റൂല, ഇപ്പോൾ ഡോക്ടർ വരണം, ഡോക്ടർ വന്നിട്ട് ഇത് ശരിയാണോ, കള്ളമാണോ, നുണയാണോ, പിന്നെ സത്യമാണോ എന്നുള്ളത് ബോധ്യപ്പെടുത്തണം, മരുന്ന് മേടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കി എല്ലാവരും രേണു സുധിക്കെതിരെ സംസാരിക്കുകയാണ്. അതിൽ അനീഷ് മാത്രം രേണു സുധീനെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ രേണു പറയുന്നുണ്ട്, എനിക്ക് മെഡിസിൻ എടുക്കണം, ഇഞ്ചക്ഷൻ വെച്ചാലേ തലവേദന മാറുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഈ അനീഷ് രണ്ടാമതും പോയിട്ട് ബിഗ് ബോസിൻ്റെ അടുത്ത് ഈ മെഡിസിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ തൊട്ട് പിന്നിൽ ഷാനവാസ് നിന്നിട്ട് ഇത് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് ചോദിക്കുന്നുണ്ട്, ഇപ്പം നീ എന്താ ചെയ്തത്? ഇപ്പോൾ നിനക്ക് എൻ്റെ കാര്യം കൂടെ പറയാമായിരുന്നില്ലേ? നിൻ്റെ തലവേദനേൻ്റെ കാര്യം നീ എന്നോട് പറഞ്ഞില്ലല്ലോ എന്നുള്ളത് അനീഷ് ഷാനവാസിനോട് ചോദിക്കുന്നു. അപ്പോൾ ഷാനവാസ് പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞില്ല, പക്ഷേ ഇത്രയും നേരം ഇവിടെ നിന്ന് എനിക്കും തലവേദന ഉണ്ട് എന്നുള്ളത് പറഞ്ഞുകൊണ്ടിരുന്നില്ലേ, എന്നിട്ട് നീ എന്തുകൊണ്ടാണ് എൻ്റെ കാര്യം പറയാതിരുന്നത് എന്ന് ചോദിച്ച് അനീഷിൻ്റെ പിന്നാലെ ഇങ്ങനെ ഷാനവാസ് നടക്കുന്നുണ്ട്. അനീഷ് ഒന്നും മിണ്ടുന്നില്ല. നീ എന്നോട് പറഞ്ഞില്ലല്ലോ, നീ വേറെ എന്നോട് പേഴ്സണലി വന്ന് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് അനീഷും അങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ അനീഷും ഇവരെല്ലാവരും കൂടിയായിട്ട് ഇതിൻ്റെ പേരിൽ ചെറിയൊരു വഴക്ക് അവിടെ ഉണ്ടാവുന്നുണ്ട്. അവസാനം രേണു സുധി ബെഡ്റൂമിൽ ഇരുന്നിട്ട് RJ ബിൻസീൻ്റെ അടുത്തും നൂറ, ആദില ഇവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ പറയുന്നത്, 100 പേര് എന്നെ ഒറ്റപ്പെടുത്തി എന്നാലും ഞാൻ താഴൂല, രേണു സുധി എന്നാൽ ഫ്ലവർ അല്ലടാ, ഫയറാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ.